വയനാട് ദുരന്തത്തിൽ അകപ്പെട്ടവരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധന ഇന്നും തുടരും. ദുർഘട മേഖലകളിൽ ഇന്ന് കൂടുതൽ പരിശോധന നടത്താനാണ് തീരുമാനം. 7 മണി മുതലാകും പരിശോധന ആരംഭിക്കുക. ചൂരൽമലയിൽ നിന്നും വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, ഇന്നിപ്പോൾ 9ാം ദിവസമാണ് ഈ ഒരു പരിശോധനയുടെ. ഇന്ന് മന്ത്രിമാർ പറഞ്ഞത് മന്ത്രിമാർ കൂടി നേരിട്ട് എത്തി ഈ ഒരു പരിശോധനയുടെ ഭാഗമാകുമെന്നൊക്കെയാണ്. ഇപ്പോൾ ഏത് രീതിയിലാണ് അവിടെ നിന്നുമുള്ള ഏറ്റവും പുതിയ വിവരം എന്തെല്ലാമാണ്? സ്വാതി, രാവിലെ 7 മണിയോടുകൂടി തന്നെ പരിശോധന ആരംഭിക്കും. ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തുമെല്ലാം ഇന്ന് പരിശോധന നടത്തുന്നതിനാണ് കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ ഉപസമിതിയിൽ തീരുമാനമായത്. ഈ സോണുകൾ തിരിച്ചുള്ള പരിശോധനയാകും ഇന്ന് പ്രധാനമായും നടക്കുക. ഇത് 5 സോണുകളായി തിരിച്ചുള്ള പരിശോധന നടത്തുമെന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രിതല ഉപസമിതി അറിയിച്ചിരുന്നത്. ഇതിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഈ പരിശോധന സംഘത്തിനൊപ്പം ഇന്ന് ഭാഗഭാക്കാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ മന്ത്രിമാർ ഈ വിവിധ സോണുകളിൽ പരിശോധന ഈ തിരച്ചിൽ നടത്തുന്ന സമയത്ത് ആ തിരച്ചിൽ സംഘത്തിനൊപ്പം മന്ത്രിമാരും കൂടിച്ചേരും. അത് ചൂരൽമലയിലും മുണ്ടക്കയിലും ഉൾപ്പെടെ ഈ മന്ത്രിതല ഉപസമിതിയിലെ അംഗങ്ങൾ, മന്ത്രിമാരായിട്ടുള്ള അംഗങ്ങൾ തന്നെ പങ്കെടുക്കുന്ന തിരച്ചിലിന്ന് നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതുപോലെ ഈ ദുർഘട മേഖലകളിൽ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ ചാലിയാർ പുഴയുടെ തീരത്തും സൺറൈസ് വാലിയിലുമൊക്കെ പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദുർഘടമായിരുന്നു. അപ്പോൾ അവിടെ കൂടുതൽ പരിശോധന നടത്തിയാൽ ഈ മൃതദേഹങ്ങളുടെ ഭാഗങ്ങളോ മൃതശരീരങ്ങളോ ഒക്കെ കണ്ടെത്തുന്നതിനുള്ള സാധ്യതകൾ നിലവിലുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള പരിശോധന ഇന്ന് നടക്കും. കിടാവർ നായ്ക്കളുടെ സഹായം, അവരുടെ ഒരു തിരച്ചിൽ കൂടി ഇന്നത്തെ പരിശോധനയിലും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും തദ്ദേശ വാർഡ് പ്രതിനിധി, തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിനിധികളുടെ, തദ്ദേശ സ്ഥാപന സെക്രട്ടറി അടക്കമുള്ളവരുടെ ഒരു യോഗം ഇന്ന് കളക്ടറേറ്റിൽ ചേരുന്നുണ്ട്. അതായത് ഈ തിരച്ചിൽ ഏത് തരത്തിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഈ യോഗത്തിൽ ചർച്ച ചെയ്യും. കൂടുതൽ പേർ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുന്നതിനുള്ള സാധ്യതകൾ ഏത് തരത്തിലായിരിക്കും, ഈ തിരച്ചിലിൻ്റെ രീതി മാറ്റുന്ന കാര്യങ്ങൾ ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഈ യോഗത്തിൽ ചർച്ച ചെയ്യും. അതനുസരിച്ചായിരിക്കും തിരച്ചിൽ മുന്നോട്ട് നീങ്ങുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദിവസങ്ങൾ പിന്നിട്ട സാഹചര്യത്തിൽ തിരച്ചിൽ ഇനി ഏതൊക്കെ ഭാഗങ്ങളിൽ കൂടുതലായി നടത്തുന്നത് കൊണ്ട് പ്രയോജനമുണ്ട് എന്ന തരത്തിലേക്കായിരിക്കും ആ തിരച്ചിലിൻ്റെ ഒരു രീതി പോകുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉരുൾപൊട്ടൽ നടന്ന പുഞ്ചിരിമട്ടം ഭാഗത്തു നിന്നും അതിൻ്റെ ഉരുൾ പൊട്ടി ഒഴുകിയ ഭാഗങ്ങളിലൊക്കെ കൂടുതലായി പരിശോധന നടത്തേണ്ട സാഹചര്യം ഉണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. കാരണം ജീവൻ്റെ ഒരു സാന്നിധ്യമെങ്കിലും അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൻ്റെ ഒരു സാന്നിധ്യമെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവായി പോകാനുള്ള സാധ്യതകൾ ഇല്ലാതിരിക്കുക. അത്തരത്തിൽ പഴുതടച്ച ഒരു തിരച്ചിലിനുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇത്തരത്തിൽ പരിശോധന ഈ ഉരുൾപൊട്ടി ഒഴുകിയ ഭാഗങ്ങളിലൊക്കെ തന്നെ ഒന്നുകൂടി നടത്താനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അതിന് ഭാഗമായി തന്നെയാണ് ഇന്ന് മന്ത്രിമാരുൾപ്പെടെ ഈ തിരച്ചിൽ സംഘത്തിൻ്റെ ഭാഗമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതുപോലെ തന്നെ സംയുക്ത സേനയുടെ പരിശോധന തന്നെയായിരിക്കും ഇന്നും നടത്തുക. ഇതിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള പരിശോധനയും ഒക്കെ വേണോ എന്ന കാര്യത്തിലും ഇന്നത്തെ മന്ത്രിതല ഉപസമിതി യോഗം രാവിലെ ചേർന്നതിന് ശേഷമായിരിക്കും തീരുമാനമെടുക്കുക. എന്തായാലും ഇന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളുമായി ബന്ധപ്പെട്ട ഒരു അടിയന്തര യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിശദമാക്കും. കൂടുതൽ പേരെ ഏത് ഭാഗത്താണ് നഷ്ടമായിട്ടുള്ളതെന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട തിരച്ചിൽ ഊർജിതമാക്കുന്ന കാര്യങ്ങളിലേക്ക് ഈ ചർച്ചയിലൊരു തീരുമാനമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാതി. ചന്തു, ഇന്നലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞത് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെ എത്രയും വേഗം അവർക്ക് പുനരധിവാസം നൽകും, അവരെ വീടുകളിലേക്ക് മാറ്റുമെന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ എങ്ങനെയാണ് നടപടികൾ പുരോഗമിക്കുന്നത്? സ്വാതി, പ്രധാനമായും ഈ ക്യാമ്പുകളിലുള്ളവരെ അവരുടെ ഒരു പുനരധിവാസം തന്നെയാണ് സർക്കാരിൻ്റെ മുന്നിലുള്ള ഇനി പ്രധാനമായിട്ടുള്ള അജണ്ട. അതൊരു വലിയ കടമ്പ തന്നെയാണ്. പ്രധാനമായിട്ടും ഈ ക്യാമ്പിലുള്ളവരെ ഈ മേഖലയിലേക്ക് ഇപ്പോൾ കൊണ്ടുവരിക എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. കാര്യം ഈ ഗ്രാമം പൂർണ്ണമായി തന്നെ ഈ ഉരുൾപൊട്ടൽ ഒലിച്ചുപോയ സാഹചര്യമുണ്ട്. ഈ ഗ്രാമം പുനർനിർമ്മിക്കുക എന്ന കാര്യം വളരെ പ്രയാസകരമാണ് നിലവിലെ സാഹചര്യത്തിൽ. അപ്പോൾ പ്രധാനമായും ഈ ക്യാമ്പിൽ ഉള്ളവർക്ക് അവരുടെ വീടുകൾ വാടകയ്ക്ക് എടുത്ത് നൽകുന്നത്, ഫ്ലാറ്റുകൾ വാടകയ്ക്ക് എടുത്ത് നൽകുന്ന അത്തരം കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ സർക്കാർ കടന്നിരിക്കുന്നത്. അത്തരം താല്പര്യം അറിയിക്കുന്നവർക്ക് ആ രീതിയിൽ തന്നെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ നിലവിലുണ്ടാകും. അതിനുശേഷമാകും ഈ ഇവിടുത്തെ പുനർനിർമ്മാണ പ്രവൃത്തികളും പുനരധിവാസ പ്രവൃത്തികളും മുന്നോട്ട് പോകുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ടൗൺഷിപ്പാണ് സർക്കാരിൻ്റെ മനസ്സിലുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഭരണതലത്തിൽ തന്നെ നടന്നു വരുന്നുമുണ്ട്. അത് പക്ഷേ കുറച്ച് കാലതാമസം എടുക്കും. എന്നാലും എത്രയും വേഗം തന്നെ അവരുടെ പുനരധിവാസ നടപടികൾ പൂർത്തിയാക്കുക എന്ന ഒരു തീരുമാനത്തിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുമായി
ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ക്യാമ്പിലുള്ളവരുടെ തീരുമാനം കൂടി പരിഗണിച്ച് അവർക്ക് ഏത് തരത്തിലായാണ് മുന്നോട്ട് പോകാൻ കഴിയുക എന്ന കാര്യം പരിശോധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഇവരുടെ ഒരു സുരക്ഷ അത് പരിഗണിക്കേണ്ടതുണ്ട്. കാരണം ഈ മേഖലയിൽ ഇപ്പോൾ സുരക്ഷ സംബന്ധിച്ച് ഇനിയും മഴയുണ്ടാകുന്ന സാഹചര്യത്തിലൊക്കെ വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു തീരുമാനം വരേണ്ടതുണ്ട്. എന്തായാലും ക്യാമ്പിലുള്ളവരുടെ താല്പര്യം അനുസരിച്ച് അവരെ എത്രയും വേഗം തന്നെ ഈ അസുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റും. അത് വീടുകളാണെങ്കിൽ അങ്ങനെ ഫ്ലാറ്റുകളിൽ കഴിയാൻ താല്പര്യമുള്ളവർക്ക് ആ രീതിയിൽ തന്നെ സർക്കാർ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും. അതിനു മുൻപ് ഇവരെ ഒരു കൗൺസിലിംഗിന് വിധേയമാക്കണമെന്ന കാര്യമുണ്ട്. കാരണം വളരെ വലിയൊരു ദുരന്തത്തിലകപ്പെട്ടവർ മാനസികമായി വളരെ തളർന്നിരിക്കുന്ന സാഹചര്യമുണ്ട്. ഉറ്റവർ നഷ്ടപ്പെട്ടു പോയ വ്യക്തികളുണ്ട്. അപ്പോൾ അവരെ മാനസികമായ പിന്തുണ കൂടി നൽകേണ്ടതുണ്ട്. ഈ മാനസിക പിന്തുണ കൂടി ഉറപ്പാക്കിയതിനു ശേഷം ഇവരുടെ പുനരധിവാസവുമായി സർക്കാർ മുന്നോട്ട് പോകും. എന്തായാലും ഒരു ടൗൺഷിപ്പ് എന്നത് സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. അതിനുവേണ്ട സ്ഥലം കണ്ടെത്തി ഉചിതമായ സ്ഥലത്ത് തന്നെ ഇവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള ആലോചന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികളാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ പുരോഗമിക്കുന്നത്. സ്വാതി. ചന്തു, അതേപോലെ തന്നെ മൃതശരീരങ്ങൾ സംസ്കരിക്കുന്ന നടപടികളും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അത്തരത്തിൽ എത്ര മൃതശരീരങ്ങളാണ് അങ്ങനെ സംസ്കരിക്കുന്നത്? എപ്പോഴായിരിക്കും ആ ചടങ്ങുകൾ? സോ അത് നിലവിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. അത്തരം വിവരങ്ങൾ മന്ത്രിതല ഉപസമിതിയൊക്കെ ചേർന്നതിന് ശേഷം വൈകുന്നേരത്തോടു കൂടിയായിരിക്കും നടക്കുക. ഈ മൃതദേഹങ്ങളുടെ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളുടെ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ വികാരപരമായ കാഴ്ച തന്നെയായിരുന്നു മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായത്. ഇത്തരം നടപടിക്രമങ്ങൾ എല്ലാം അതിൻ്റെ കാര്യങ്ങൾ അനുസരിച്ച് നടക്കും. കഴിഞ്ഞ ദിവസവും ഈ തിരച്ചിലിൽ ശരീരഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും ഈ തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. തിരച്ചിൽ വളരെ ഊർജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ അത്തരം ആലോചന തന്നെയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലെല്ലാം ഉണ്ടായത്. ഈ തിരച്ചിലിൻ്റെ ഭാഗമായി ഇന്നും മൃതശരീരങ്ങൾ ഏതെങ്കിലും ഭാഗത്തു നിന്ന് ലഭിക്കുകയാണെങ്കിൽ അതനുസരിച്ച് ഉള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രധാനമായും ഈ DNA പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയ മൃതശരീരങ്ങൾ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളാണ് സംസ്കരിക്കുന്നത്. അത്തരം നടപടികളൊക്കെ പൂർത്തിയാക്കി എത്രയും വേഗത്തിൽ തന്നെ ആ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഇത്തരത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തിയാക്കിയത്. ഇന്ന് പ്രധാനമായും ഈ ദുർഘട മേഖലകളിൽ പരിശോധന നടത്തുന്നത് തന്നെ കൂടുതൽ ശരീര അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയുമോ എന്ന ഒരു സാധ്യത കൂടി പരിശോധിക്കുന്നതിന് വേണ്ടിയാണ്. അത്തരത്തിൽ കൂടുതൽ ശരീരഭാഗങ്ങളോ മൃതദേഹങ്ങളോ ഒക്കെ കണ്ടെത്തുകയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും വേഗം ഈ DNA പരിശോധന പൂർത്തിയാക്കും. ഈ DNA പരിശോധന പൂർത്തിയാക്കിയ പ്രോട്ടോക്കോളെല്ലാം പാലിച്ച് മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ച് ഇന്നും വൈകുന്നേരം അത്തരത്തിലുള്ള ഒരു സംസ്കാര ചടങ്ങ് നടക്കും. പ്രധാനമായും സർവ്വമത പ്രാർത്ഥന ഈ ചടങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ സർവ്വമത പ്രാർത്ഥനയോടുകൂടിയാണ് ഇത്തരം മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന ചടങ്ങെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു വന്നുകൊണ്ടിരുന്നത്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഇന്നും ഉണ്ടാകും. പക്ഷേ 7 മണിക്ക് ശേഷമുള്ള തിരച്ചിൽ ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്ന കാര്യം അതിൽ പരിശോധിക്കേണ്ടതുണ്ട്. ഈ ദുർഘട മേഖലകളിൽ ഇനിയും പരിശോധന നടത്തുന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ ഒക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുകൂടി ഇന്നത്തെ ഈ തിരച്ചിലിൽ മനസ്സിലാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പരിശോധന നടന്നതിന് ശേഷമായിരിക്കും ഇത്തരം നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. എന്തായാലും തിരച്ചിൽ വളരെ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ഇന്നും തീരുമാനിച്ചിരിക്കുന്നത്. സ്വാതി. ശരി ചന്തു, എന്തായാലും ഇന്ന് 9ാം ദിവസമാണ് ചൂരൽമലയിൽ ഉരുൾപൊട്ടിയ ദുരന്തമുണ്ടായിട്ട്. ഇന്നും പരിശോധന കാര്യക്ഷമമായി തന്നെ നടക്കും. മന്ത്രിമാരടക്കം ആ ഒരു പരിശോധനയുടെ ഭാഗമാകും. 7 മണി മുതലാകും പരിശോധന ആരംഭിക്കുക. അതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്കുള്ള പുനരധിവാസത്തിനുള്ള നടപടികളും കാര്യക്ഷമമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. ആ വിവരങ്ങളാണ് ചന്തു ചന്ദ്രശേഖർ നൽകിയത്.